എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ കേരളത്തിലേക്ക് ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. സദേൺ റീജിയണിലേക്കാണ് വേക്കൻസി വരുന്നത്. അപ്രൻറ്റീസ് ആയിട്ടാണ് നിയമനം വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 6 1 ഇയർ ഡ്യൂറേഷനിലേക്കാണ് അപ്രൻറ്റീസ്ഷിപ്പിന് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സദേൺ റീജിയണിൽ കർണാടക, തമിഴ്നാട്, കേരളയാണ് വേക്കൻസികളുള്ള സ്റ്റേറ്റ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കർണാടക റീജിയണിൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രേഡുകൾ വരുന്നത് ഡിപ്ലോമ സിവിൽ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഗ്രാജുവേറ്റ് സിവിൽ, ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ്, ഗ്രാജുവേറ്റ് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ, ITI ഇലക്ട്രീഷ്യൻ, രാജ്ഭാഷ അസിസ്റ്റൻറ്റ്, CSR എക്സിക്യൂട്ടീവ്, ലോ എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, PR അസിസ്റ്റൻ്റ് ആണ്. ടോട്ടൽ 43 വേക്കൻസിയാണുള്ളത്. ഇനി തമിഴ്നാട് വരുന്നത് ഡിപ്ലോമ സിവിൽ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഗ്രാജുവേറ്റ് സിവിൽ, ITI ഇലക്ട്രീഷ്യനാണ്. 49 വേക്കൻസിയാണുള്ളത്. കേരള റീജിയണിൽ ഡിപ്ലോമ സിവിൽ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഗ്രാജുവേറ്റ് സിവിൽ, ITI ഇലക്ട്രീഷ്യൻ, ലോ എക്സിക്യൂട്ടീവാണ്. ടോട്ടൽ 18 വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഈ 3 റീജിയണിലാണ് വേക്കൻസി വരുന്നത്. കേരളത്തിലും അവസരമുണ്ട്. കേരളത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ സ്റ്റേറ്റിലും എവിടേക്കാണ് ട്രെയിനിങ് ലൊക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, HVDC, തിരുവനന്തപുരമാണ് ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത്. ഇനി ഓരോ പോസ്റ്റിലും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും സ്റ്റൈഫൻ എത്രയാണെന്ന് നോക്കാം. ITI ഇലക്ട്രീഷ്യൻ ട്രേഡ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡാണ്. മന്ത്ലി സ്റ്റൈഫൻഡ് 13,500 രൂപ. ഡിപ്ലോമ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം 3 ഇയർ കോഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റൈഫൻഡ് 15,000 രൂപ. ഡിപ്ലോമ സിവിൽ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റൈഫൻഡ് 15,000 രൂപയാണ്. അടുത്തത് ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഫുൾ ടൈം 4 ഇയർ കോഴ്സ് BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് സിവിലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റൈഫൻഡ് 17,500 രൂപ. അടുത്തത് ഗ്രാജുവേറ്റ് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്. അടുത്തത് ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ഓർ BE ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് IT ആണ്. ശമ്പളം സ്റ്റൈഫൻഡ് 17,500 രൂപ തന്നെയാണ്. അടുത്തത് HR എക്സിക്യൂട്ടീവ് ആണ്. യോഗ്യത വേണ്ടത് MBA HR അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ്. 2 ഇയർ കോഴ്സ് ആയിരിക്കണം. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്. അടുത്തത് CSR എക്സിക്യൂട്ടീവാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 2 ഇയർ ഫുൾ ടൈം മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് MSW ആണ്. അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഓർ ഇക്വലൻ്റ് ആണ്. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്. അടുത്തത് ലോ എക്സിക്യൂട്ടീവാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് LLB. ഡിഗ്രിയും LLB ആണ് വേണ്ടത്. 3 ഇയർ കോഴ്സ് ആണെങ്കിൽ. 5 ഇയർ കോഴ്സ് ആണെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്. അടുത്ത പോസ്റ്റ് PR അസിസ്റ്റൻ്റ് ആണ്. യോഗ്യത വേണ്ടത് ബാച്ചിലർ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ BMC അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ BJMC അല്ലെങ്കിൽ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. 3 ഇയർ കോഴ്സ് ആയിരിക്കണം. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്. ഇനി രാജ്ഭാഷ അസിസ്റ്റൻ്റ് ആണെങ്കിൽ യോഗ്യത വേണ്ടത് BA ഹിന്ദി വിത്ത് പ്രൊഫഷണൽ നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. സ്റ്റൈഫൻഡ് 17,500 രൂപയാണ്.
അപ്പോൾ ഇതാണ് ഓരോ തസ്തികയിലേക്കുള്ള യോഗ്യത വരുന്നത്. അതുപോലെ തന്നെ സ്റ്റൈഫൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പനി അക്കോമഡേഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ 2500 രൂപ അഡീഷണൽ തരുന്നതായിരിക്കും. അക്കോമഡേഷനൊക്കെ വേണ്ടിയിട്ടാണ് അഡീഷണൽ പേയ്മെൻറ്റ് തരുന്നത്. എലിജിബിലിറ്റി വരുന്നത് കാൻഡിഡേറ്റ്സ് ഈ ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റിന് 2 വർഷത്തിനകത്ത് ഡിഗ്രി പാസ്സായവരായിരിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഒക്ടോബർ 6 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 2023 ഒക്ടോബർ കഴിഞ്ഞൊക്കെ പാസ് ഔട്ട് ആയവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റിന് വിത്തിൻ 2 ഇയേഴ്സ് പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയാത്തതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. 18 വയസ്സാകാത്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓൾറെഡി അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. 1 ഇയറിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷനും ഫുൾ ടൈം റെഗുലർ ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. റിക്വയർഡ് ക്വാളിഫിക്കേഷൻ്റെ ഡേറ്റ് പറയുന്നത് 2023 ഒക്ടോബർ 7 മുതൽ 2025 ഒക്ടോബർ 6 ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ ക്വാളിഫൈ ആവുന്നവർക്കാണ്, പാസ്സാവുന്നവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് ആക്റ്റീവ് ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. PDF-ൻ്റെ ലിങ്ക് തരാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് നോക്കാം. അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ അണ്ടർ NATS അല്ലെങ്കിൽ NAPS, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെയും മാർക്ക് ഷീറ്റിൻ്റെയും സ്കാൻഡ് കോപ്പീസ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഏജിൻ്റെ പ്രൂഫ് വേണം. 10ാം ക്ലാസ്സിൻ്റെയോ ആധാറിൻ്റെയോ പാസ്പോർട്ടിൻ്റെയൊക്കെ കോപ്പി മതി. SC ST OBC ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ബാങ്ക് ക്യാൻസൽഡ് ചെക്ക് ഓർ ഫസ്റ്റ് പേജ് ഓഫ് പാസ്ബുക്ക് ആവശ്യമാണ്. പിന്നീട് റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആവശ്യമാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് 1 റീജിയണിലേക്കും 1 സ്റ്റേറ്റിലേക്കും മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. NATSൻ്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് nats.education.gov.in ആണ്. ബാക്കിയുള്ള എല്ലാ തസ്തികകളിലേക്കും ആണെങ്കിൽ സൈറ്റ് വരുന്നത് NAPSൻ്റെ സൈറ്റാണ്. അതായത് apprenticeshippindia.gov.in വഴിയാണ് അപേക്ഷിക്കേണ്ടത്. NAPS അല്ലെങ്കിൽ NATSൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്പർ കിട്ടുന്നതായിരിക്കും. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ പവർ ഗ്രിഡിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് www.powergrid.in ആണ്. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക, എന്നിട്ട് അവിടെ നിന്നും കരിയേഴ്സ് പേജ് എടുക്കുക, എന്നിട്ട് എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റിസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് അപ്ലൈ ഓൺലൈൻ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. എക്സാമിനേഷനും ഇൻ്റർവ്യൂ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, ക്വാളിഫിക്കേഷൻ്റെയൊക്കെ. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ DBT ആയിട്ട് ഡിപ്ലോമ അപ്രൻറ്റീസിന് 4000 രൂപയും ഗ്രാജുവേറ്റ്സിന് 4500 രൂപയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിരിക്കും അണ്ടർ NATS സ്കീം. 1 ഇയറിലേക്കാണ് ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേയ്മെൻ്റ് ആയിട്ട് 2500 രൂപ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 6. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പവർ ഗ്രിഡിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിലും അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.